തലയോലപ്പറമ്പിലെ വീട്ടിൽ ബിന്ദുവിൻ്റെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കട കാഴ്ചകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വാക്കുകളെ കൊണ്ട് വിവരിക്കാനോ വിശദീകരിക്കാനോ ഒക്കെ കഴിയുന്നതിനപ്പുറമാണ് അവിടെ നിന്നുള്ള കാഴ്ചകളെന്ന് പ്രേക്ഷകരോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ജീവൻ സംരക്ഷിക്കാൻ ആശ്രയിക്കുന്ന ആതുരാലയത്തിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു അപകടമുണ്ടാകുമെന്നോ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുമെന്നോ ഒന്നും ആരും ഒരു ദുസ്വപ്നത്തിൽ പോലും കരുതില്ല. അങ്ങനെ ഒരു അപ്രതീക്ഷിത അപകടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അനാസ്ഥയുടെ ഇരയായി ബിന്ദു മാറുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ബിന്ദു മടങ്ങുന്നത്. നഴ്സിങ്ങിന് പഠിക്കുന്ന തൻ്റെ മകളെ ഒരു നേഴ്സിൻ്റെ കുപ്പായം ഇട്ട് കാണണം എന്നുള്ള ആഗ്രഹം, ആ സ്വപ്നം ബാക്കി വെച്ച് എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച മകൻ്റെ, ഇപ്പോൾ ജോലി ലഭിച്ച മകൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ശമ്പളം കൈപ്പറ്റണമെന്ന്, വാങ്ങണമെന്ന് ആഗ്രഹിച്ച ബിന്ദു, ആ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചാണ് അപ്രതീക്ഷിതമായി ബിന്ദു വിട വാങ്ങിയിരിക്കുന്നത്. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാനി, സങ്കട കാഴ്ചകളെക്കുറിച്ചല്ലാതെ മറ്റെന്താ അവിടെ നിന്ന് പങ്കുവെക്കാൻ? അതറിയാം, പൊതുദർശനം തുടരുകയാണ്. അണമുറിയാതെ ഇങ്ങനെ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബിന്ദുവിനെ അവസാനമായ ഒരു നോക്കു കാണുവാനല്ലേ? ഹരി, അങ്ങനെ തന്നെയാണ്. കാരണം ആളുകൾ ഇവിടേക്ക് കൂടുതൽ പേർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു ദാരുണമായ ഒരു സംഭവം. അത് വലിയ രീതിയിൽ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു, വലിയ രീതിയിൽ തന്നെ അറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിന്ദുവിനെ അറിയാവുന്നവർ മാത്രമല്ല ഇവിടേക്ക് വരുന്നതായി ഈ വിഷയത്തോട് അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട്, ഈ കുടുംബത്തോട് സഹതപിച്ചുകൊണ്ട്, തങ്ങളുടെ ഒരു സഹവർത്തിത്വം അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട്, അങ്ങനെയെല്ലാം തന്നെ ഇവിടേക്ക് വന്നെത്തുന്നവർ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടുമുള്ളത്. ബിന്ദുവിൻ്റെ സഹപ്രവർത്തകരടക്കം നേരത്തെ ഇവിടെ വന്ന് പോയിരുന്നു. എല്ലാവരും നിറകണ്ണുകളോടെ അവരെ യാത്രയാക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ ഒരു സങ്കടം കണ്ടു നിൽക്കുന്നത് എത്ര സമയം അത് കണ്ടു നിൽക്കാൻ കഴിയുമെന്നതാണ്. കാരണം ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല, ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥയൊന്നുമല്ല ഇവിടെയുള്ളത്. ഈ ബിന്ദുവിൻ്റെ അമ്മയുടെ കരച്ചിലും അതോടൊപ്പം തന്നെ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചുള്ള പറച്ചിലും എല്ലാം തന്നെ ഒരേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അത് തന്നെയാണ് എല്ലാവരെയും കൂടുതൽ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത്. അമ്മ പറയുന്നു, പ്രായാധിക്യമുള്ള ഇവിടെ നിൽക്കുന്നു മകളെ, നീ എവിടെയാണ് ഞങ്ങളെല്ലാം വിട്ട് പോയതെന്ന് ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞ് കരയുകയാണ്. അത്തരം സങ്കട വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാവരെയും കൂടുതൽ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത്. മക്കൾ നവമിയും നവനീതും രണ്ടുപേരും ഉന്നതങ്ങളിൽ പഠിച്ച് എത്തിക്കണമെന്ന ബിന്ദുവിൻ്റെ ഒരു തരത്തിൽ അവരുടെ ഒരു പിടിവാശി, അത് തന്നെയാണ് അവരിന്ന് ഈ നിലയിലേക്ക്, അതായത് ഒരാൾ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുന്നു, മറ്റൊരാൾ നേഴ്സിംഗ് പഠനത്തിൻ്റെ ഒരു അവസാന നാളുകളിലേക്ക് എത്തുന്നു. അതെല്ലാം തന്നെ ഈ കുടുംബത്തിൽ അത് സാധിക്കുമോ എന്ന് ചോദിച്ചവർക്കിടയിൽ അത് സാധിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ബിന്ദു ജോലിക്ക് ഇറങ്ങുന്നത്. എന്തായാലും മക്കളെ ഒരു പരിധിവരെ അവർക്ക് കടന്നു കൊണ്ടുപോകുന്നതിനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് വിട നൽകുകയാണ് ഇപ്പോൾ. എന്തൊരു ദുര്യോഗമാണത്. കാരണം മക്കൾ ആ രീതിയിലേക്ക് ചിറക് വെച്ച് പറക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തുമ്പോഴേക്കും വളരെ അപ്രതീക്ഷിതമായി അമ്മയ്ക്ക് യാത്ര പറയേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. അമ്മ തന്നെയാണ് ആ കുടുംബത്തെ മുഴുവനായും തന്നെയും നിയന്ത്രിച്ചിരുന്നത്, മുഴുവനായും തന്നെയും അവരെ ചേർത്ത് പിടിച്ചിരുന്നതെല്ലാം തന്നെ അവർ തന്നെയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും എല്ലാം തന്നെ അവർ തന്നെയാണ് എല്ലാവരെയും തന്നെ ചേർത്ത് പിടിച്ചിരുന്നത്. ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രോഗാവസ്ഥ മൂലം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തെ വീട്ടിൽ തന്നെ ഇരുത്തി വിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഇവിടെയുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് ചേർന്നതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെയും എല്ലാം തന്നെ മുഴുവൻ സമയവും ആശ്വസിപ്പിച്ചുകൊണ്ട്, കുഴപ്പമില്ല, സുഖവും കാര്യങ്ങളും എല്ലാം തന്നെ ആയി വിശ്രമിച്ചുകൊള്ളു, താനിത് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടെല്ലാം തന്നെയാണ് മുന്നോട്ട് ഈ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ
തികച്ചും അപ്രതീക്ഷിതമായാണ് അവർക്ക് അതിനിടയിൽ നിന്ന് യാത്ര പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നതാണ്. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും തുടർന്ന് വളരെ ദാരുണമായി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ അതിനകത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല ഈ കുടുംബത്തിലെയും. ഇന്നലെ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഈ മരണപ്പെട്ടയാളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെയും ഈ പരിസരത്തുള്ളവർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. കാരണം അത് തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവാണെന്ന് അവർക്കത് ഉറപ്പിക്കാനായിട്ട് ആ വിവരങ്ങളിൽ നിന്ന് സാധിച്ചിരുന്നു. തുടർന്ന് ഈ വീട്ടിലേക്കുള്ള ടെലിവിഷൻ കണക്ഷൻ, കേബിൾ TV കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ചു. വിവരം വീട്ടുകാർക്ക് അറിയാതിരിക്കുന്നതിന്, പ്രത്യേകിച്ച് അമ്മയ്ക്കൊന്നും അറിയാതിരിക്കുന്നതിന് വേണ്ടി അവർ അത്തരം കാര്യങ്ങൾ ചെയ്തു. പിന്നീട് വൈകാതെ അറിയിപ്പുകൾ എത്തിയപ്പോഴേക്കും കരച്ചിൽ മാത്രം നിറയുന്ന ഒരു വീടായിട്ട് അത് മാറുകയും ചെയ്തു. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമവും അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായി ബിന്ദുവിൻ്റെ ഭർത്താവ് ഇന്ന് രാവിലെ പറയുകയുണ്ടായിരുന്നു. കാരണം എവിടെയാണ്, എന്താണ് എന്ന് ഒരു തോന്നൽ, അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരസ്പരം ചോദിക്കുമ്പോഴെല്ലാം തന്നെയും അതിനകത്ത് ആരും തന്നെ ഇല്ല എന്ന അധികാരികളുടെ ഒരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ ഒരു ആശ്വാസമായിരുന്നു. തുടർന്നാണ് പിന്നീട് എല്ലാവരും തിരികെ എത്തിയിട്ടും അമ്മ തിരിച്ചെത്താത്ത കാര്യം മകൾ നവമി പറയുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം ഒരു അന്വേഷണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് ഉത്തമ വിശ്വാസം തന്നെയാണ് വീട്ടുകാർ ഇന്ന് പങ്കുവെക്കുകയും ചെയ്തത്.